പാണക്കാട് തങ്ങൾ കുടുംബാംഗമായ മൊയ്നുലി തങ്ങൾക്കെതിരെ വധഭീഷണി. ഫോണിൽ വിളിച്ചാണ് വധഭീഷണി മുഴക്കിയത്. ആ ശബ്ദരേഖ നമുക്ക് കേൾക്കാം. അതേക്കുറിച്ച് മൊയ്നുലി തങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ആദ്യം കേൾക്കാം. അത് ഇങ്ങനെയാണ്. തങ്ങളെ, നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ പോകേണ്ട ഗതി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നല്ലൊരു ഒരു തങ്ങൾ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റൂല. തങ്ങളുടെ പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. കാരണം പാർട്ടി നിങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വധഭീഷണി ഞങ്ങൾക്ക്. അത് എല്ലാ ഡീറ്റെയിൽസും പോലീസിൽ കൊടുത്തിട്ടുണ്ട്. റാഫി സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ 2 മെസ്സേജ് വന്ന്. അല്ല, അതിനു മുമ്പൊന്നും അങ്ങനെയല്ല, വളരെ നല്ല ഇതിലായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകെ എന്താ എനിക്കൊന്നും അറിയില്ല. അപ്പൊ എല്ലാ കാര്യവും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയെ വെല്ലുവിളിച്ച് പോവാന്നൊക്കെ പറയുന്നത് അത് പുള്ളിക്ക് അങ്ങനെ ഔദ്യോഗിക ചുമതല എന്തെങ്കിലുണ്ടോ? ഒന്നുമില്ലല്ലോ. പുള്ളിയുടെ പശ്ചാത്തലമൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. തങ്ങള് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഒക്കെയാണ്. ഒരാളെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും അല്ല. അതെ. അല്ല, നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ. നമുക്കിപ്പോ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ ഔദ്യോഗികമാവണമെന്നില്ലല്ലോ, അനൗദ്യോഗികം പറ്റുമല്ലോ. കാരണം എന്താന്ന് മൂപ്പരെ വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ നിങ്ങളൊരാളെ വിളിച്ച് വധിക്കുക അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ, ഗവൺമെന്റ്, പോലീസ് ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ. പരാതിയൊക്കെ കൊടുത്തു. സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ഞാനും ചെയ്തു. അതൊക്കെ പോലീസ് അന്വേഷിക്കുക, അത് നമ്മളെ പണിയല്ലല്ലോ. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം വലിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തികരമായിരിക്കില്ല. അത്രമാത്രം ചർച്ചയാണ് മുസ്ലിം സമുദായത്തിനകത്ത് ഇപ്പോൾ നടക്കുന്നത്. അത് രാഷ്ട്രീയമായും സാമുദായികമായും. സാമുദായികമായി ഉയർന്നു വന്ന ചർച്ച അല്ലെങ്കിൽ ഭിന്നത അത് രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആ സംസ്ഥയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും എന്ന രൂപത്തിൽ 2 വിഭാഗമായി തിരിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ വിരുദ്ധരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം, അവരുടെ നിലപാട്, സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര നിലപാട് വേണമെന്നാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി സമസ്ത നിൽക്കരുത്, സമസ്ത ഒരു സ്വതന്ത്ര നിലപാടിലേക്ക് തിരിച്ചു വരണം എന്നാണ്. സമസ്ത എന്നാൽ രാഷ്ട്രീയമായി മുസ്ലിം ലീഗാണ് എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്ക് എന്നത് സമസ്തയാണ്. പാണക്കാട് തങ്ങൾ കുടുംബമാണ് സമസ്തയുടെ ആധ്യാത്മിക നേതാവ് എന്നതുകൊണ്ട് പാണക്കാട് തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും മുതിർന്ന ആളെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി നിർത്തിക്കൊണ്ട് ആ വിശ്വാസികളെ മുസ്ലിം ലീഗിലേക്ക് അടുപ്പിക്കുകയാണ്. ആ തന്ത്രമാണ്, വിശ്വാസത്തെ രാഷ്ട്രീയമായി മാറ്റുന്ന ആ തന്ത്രമാണ് അവിടെ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. സമസ്തയ്ക്ക് ഒരു സ്വതന്ത്ര നിലപാട് വേണം എന്നതാണ് ഇപ്പോൾ സമസ്തയ്ക്കകത്ത് ലീഗ് വിരുദ്ധർ എന്ന് പറയുന്നവരുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ അത് വകവെച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല എന്ന് മാത്രമല്ല, അങ്ങനെ വകവെച്ചു കൊടുത്താൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകുമെന്ന് കൃത്യമായും മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സമസ്തയെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും മുസ്ലിം ലീഗ് അതിൻ്റെ അങ്ങേയറ്റത്തെ കഴിവ് ഉപയോഗിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് പാണക്കാട് തങ്ങൾ നേരിട്ട് ഇടപെട്ട് മഹല്ല് സംഗമമൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ ഈ തർക്കം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. പാണക്കാട് കുടുംബത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭിന്നതയുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നിലപാടിനൊപ്പമല്ല മൊയ്നുലി തങ്ങളുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മൊയ്നുലി തങ്ങൾ പാണക്കാട് തങ്ങൾ കുടുംബം സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുക്കുന്ന, തങ്ങൾ കുടുംബം എന്ന് പറയാൻ പറ്റില്ല, സാദിഖ് അലി തങ്ങളും തങ്ങളെ അനുകൂലിക്കുന്നവരും എടുക്കുന്ന നിലപാടിനൊപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് കൃത്യമായും മറനീക്കി പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം പാണക്കാട് വെച്ച് നടന്ന പാണക്കാടിന്റെ പൈതൃകം എന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും
അബ്ദുൾ സമദ് സമദാനി നടത്തിയ ഒരു പരാമർശമാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഈ ചില്ല പണക്കാട് എന്ന് പറയുന്ന മരത്തിന്റെ കൊമ്പ് ആരും മുറിക്കാൻ വരേണ്ട എന്നാണ്. അതിനോടൊപ്പം ഉയരുകയാണ് വേണ്ടത്. അതിനോടൊപ്പം ഉയരാൻ കഴിയാതെ ആ ചില്ല മുറിക്കാൻ വരുന്നത് ശരിയല്ല, അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി. അതോടൊപ്പം തന്നെ പാണക്കാട് കുടുംബം എന്നത് ഒരു സൂര്യനാണ്, ചന്ദ്രനാണ്, അതിനെ ഏതെങ്കിലും കാർമേഘം കൊണ്ട് മറക്കാൻ കഴിയില്ല എന്ന് കുറച്ചുകൂടി സാഹിത്യപരമായി പറഞ്ഞു അബ്ദുൾ സമദ് സമദാനി. ഇതിന് മറുപടിയുമായി മൊയ്നുലി തങ്ങൾ രംഗത്ത് വന്നു. അതാണ് ഇപ്പോഴത്തെ തർക്കം പാണക്കാട് കുടുംബത്തിൽ കൂടി ബാധിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. പാണക്കാട് പൈതൃകം എന്ന് പറഞ്ഞ്, പാണക്കാടിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞ് പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിക്കാനും അത് ഒന്നുകൂടി മുസ്ലിം സമുദായത്തിൽ ഊട്ടി ഉറപ്പിക്കാനും വേണ്ടി സംഘടിപ്പിച്ച പരിപാടി. ആ പരിപാടിയിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ചും പാണക്കാട് കുടുംബത്തെക്കുറിച്ചും PK കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൾ സമദ് സമദാനിയും പറഞ്ഞ വാചകങ്ങൾ, ആ വാചകങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ കുടുംബാംഗമായ മൊയ്നുലി തങ്ങൾ തന്നെ രംഗത്ത് വന്നു എന്നത് വളരെയധികം വേവലാതിയും ആവലാതിയും ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്ത് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് പാണക്കാട് കുടുംബത്തിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത പ്രശ്നം പാണക്കാട് തങ്ങൾ കുടുംബത്തിലും ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. കുഞ്ഞാലിക്കുട്ടിയുടെയും അബ്ദുൾ സമദ് സമദാനിയുടെയും പ്രസംഗത്തിലെ വാചകങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് മൊയ്നുലി തങ്ങൾ പറഞ്ഞത്, ഇവിടെ ആരും കൊമ്പ് മുറിക്കാനൊന്നും വരുന്നില്ല എന്ന്. ഇവിടെ ആരും ഒരു ചന്ദ്രന്റെയും സൂര്യന്റെയും വെളിച്ചത്തെ മറക്കാൻ വരുന്നില്ല എന്ന് മൊയ്നുലി തങ്ങൾ പരസ്യമായി പറഞ്ഞു. അത് വയസ്സാകുന്നവരുടെ കണ്ണിൽ ബാധിച്ച തിമിരമാണ്, അതിൽ ചികിത്സിക്കണം എന്നാണ് മൊയ്നുലി തങ്ങൾ പറഞ്ഞത്. അത് ചെന്ന് തറച്ചത് ലീഗ് നേതാക്കളുടെ നെഞ്ചത്താണ്, പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നെഞ്ചത്താണ്, കുഞ്ഞാലിക്കുട്ടിയുടെ നെഞ്ചത്താണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്നവർ, അതോടൊപ്പം തന്നെ ലീഗിനോടൊപ്പം നിൽക്കുന്നവർ പ്രത്യക്ഷമായി തന്നെ മൊയ്നുലി തങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം നേരത്തെ കേട്ട വധഭീഷണിയും എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. ആരാണ് ഈ വധഭീഷണി ഉന്നയിച്ചു എന്നതല്ലേ അതിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് റാഫി പുതിയ കടവ്. നേരത്തെ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ ചന്ദ്രികയിൽ സാമ്പത്തിക ക്രമക്കേടുണ്ട്, ചന്ദ്രികയ്ക്ക് നൽകുന്ന പണം എവിടെ പോകുന്നു, ചന്ദ്രികയുടെ അക്കൗണ്ടിലൂടെ മറിയുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന വലിയ ചർച്ചയുണ്ടായിരുന്നു ലീഗിനകത്ത്. അന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചന്ദ്രികയിലെ കണക്കുകൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ ആളായിരുന്നു മൊയ്നുലി തങ്ങൾ. ആ മൊയ്നുലി തങ്ങൾ കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നു. അങ്ങനെ പരസ്യമായ വിമർശനം വാർത്താ സമ്മേളനത്തിലാണ് ഉന്നയിക്കുന്നത്. ആ സമയത്ത് ആ ഹാളിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് റാഫി പുതിയ കടവ്. ആ റാഫി പുതിയ കടവ് അന്ന് തന്നെ പ്രത്യക്ഷമായി എഴുന്നേറ്റ് നിന്ന് മൊയ്നുലി തങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തതും പിന്നീട് റാഫി പുതിയ കടവിനെ ആ ഹാളിൽ നിന്ന് പുറത്താക്കുന്നതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇത് വലിയ വാർത്തയായി ചർച്ചയായി മാറിയതാണ് കേരളത്തിൽ. ആ കാലത്ത് വലിയ ചർച്ചയായിരുന്നു, ലീഗിനകത്തും പൊതുമണ്ഡലത്തിലും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. ആ റാഫി പുതിയ കടവാണ് ഇപ്പോൾ വീണ്ടും മൊയ്നുലി തങ്ങൾക്കെതിരെ വധഭീഷണിയുമായി വന്നത് എന്ന് നാം ആലോചിക്കണം. ഏതായാലും മൊയ്നുലി തങ്ങൾക്കെതിരെ വന്ന ഈ വധഭീഷണി അത് വലിയ തോതിൽ മുസ്ലിം ലീഗിനകത്ത് ചർച്ചയായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ലീഗ് വിരുദ്ധരായ സമസ്തയിലെ നേതാക്കൾക്ക് വലിയൊരു ആവേശമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സാദിഖ് അലി തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളായി മൊയ്നുലി തങ്ങൾ മാറുകയും മൊയ്നുലി തങ്ങൾക്ക് സമസ്തയിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്താൽ അത് സമസ്തയിൽ തന്നെ ഇപ്പോൾ രൂപപ്പെട്ട ഭിന്നത കൂടുതൽ രൂക്ഷമാക്കും എന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് മുസ്ലിം രാഷ്ട്രീയത്തെ വലിയ തോതിൽ മാറ്റത്തിന് ഇടയാക്കും. ഒരു ഭിന്നതയിലേക്ക് പോകുമോ, രണ്ടും രണ്ടാകുമോ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. എന്നാൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരക്ഷരം പറയാതെ നിൽക്കുകയാണ് എന്നതുകൂടി ഓർക്കണം. ആ മൗനത്തിന് ഒരു കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും സമസ്ത പിടിക്കാനുള്ള പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെയും മുസ്ലിം ലീഗ് നേതാക്കളുടെയും ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഈ സംഭവം എന്നത് ചെറിയ കാര്യമല്ല. മൊയ്നുലി തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിന് മൊഴി കൊടുക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് പുറകിൽ ആരാണ് എന്ന് കണ്ടെത്തുകയും അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്നാണ് മൊയ്നുലി തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മുസ്ലിം രാഷ്ട്രീയം വലിയ ചർച്ചയിലേക്ക്, വലിയ തോതിലുള്ള ഭിന്നിപ്പിലേക്ക് പോകുന്നു. സമസ്ത തന്നെ രണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. അത് മുസ്ലിം ലീഗിനെ ദുർബലമാക്കും. അതോടൊപ്പം തന്നെ UDF
എഫിനെയും ദുർബലമാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വശം.